മർദ്ദനമേറ്റ പ്രതിഷേധക്കാരിൽ നിന്ന് ജനശബ്ദമായി. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന് ഉജ്ജ്വല ജയം. തെരുവിലെ ചോരയൊലിപ്പിക്കുന്ന മുഖമുള്ള ഒരു പഴയ പ്രതിഷേധക്കാരൻ ഇനി നിയമസഭയിലേക്ക്. നവകേരള സദസ്സിനിടെ നടന്ന പ്രതിഷേധത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് AD തോമസ് ആണ് ആലപ്പുഴയുടെ പുതിയ MLA ആകുന്നത്. സിറ്റിംഗ് MLA ആയ CPM-ലെ PP ചിത്തരഞ്ജനെ 21,015 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് തോമസിന്റെ ഈ മിന്നും വിജയം. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ട തകർത്ത തോമസിന്റെ ഈ വിജയം കേവലം ഒരു തിരഞ്ഞെടുപ്പ് ഫലം എന്നതിലുപരി ഒരു വ്യക്തിയുടെ ഇച്ഛാശക്തിയുടെയും പോരാട്ടത്തിന്റെയും രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. 30-കാരനായ തോമസിന് 81,065 വോട്ടുകളാണ് ആലപ്പുഴയിലെ ജനങ്ങൾ നൽകിയത്. മാരാരിക്കുളം നോർത്തിൽ ഡൊമിനിക് ജാക്സന്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ച തോമസിന്റെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ഓടും ആസ്പെറ്റോസ് ഷീറ്റും മേഞ്ഞ ചോർന്നൊലിക്കുന്ന ഒരു ചെറിയ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം. മീൻ വിറ്റാണ് പിതാവ് മക്കളെ പഠിപ്പിച്ചത്. അക്കാലത്ത് ചെറിയൊരു വള്ളത്തിൽ പിതാവിനൊപ്പം തോമസും കടലിൽ പോകുമായിരുന്നു. ആ അനുഭവങ്ങൾ രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുൻപേ തന്നെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയൊരു പാഠം നൽകി. താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മകനും ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിരുന്നതായും, എന്നാൽ അവനിപ്പോൾ ജനങ്ങളെ നയിക്കാൻ പോവുകയാണെന്നുള്ള അഭിമാനത്തിലാണ് പിതാവ് ഡൊമിനിക്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് തോമസ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, +1 സീറ്റ് പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തി. സമരങ്ങളുമായി ബന്ധപ്പെട്ട 18 കേസുകളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. എന്നാൽ പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ കരിങ്കൊടി കാണിച്ചതിന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ക്രൂരമർദ്ദനമാണ് തോമസിനെ കേരളത്തിന്റെ പൊതുബോധത്തിൽ ഒരു പ്രതീകമാക്കി മാറ്റിയത്. തോമസിന്റെ ആ പോരാട്ട വീര്യത്തിനുള്ള അംഗീകാരമായാണ് കോൺഗ്രസ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകിയത്. വോട്ടർമാർ ആ തീരുമാനത്തെ പൂർണ്ണമായും ശരിവയ്ക്കുകയും ചെയ്തു. കടൽ തിരമാലകളോട് പടവെട്ടിയ ചെറിയ വള്ളത്തിൽ നിന്ന് സംസ്ഥാനത്തിന്റെ അധികാര സ്ഥിരാകേന്ദ്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒരു സിനിമാ കഥയെ വെല്ലുന്നതാണ്. ആലപ്പുഴയിലെ തീരദേശ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു വിജയമല്ല. തളരാത്ത പോരാട്ട വീര്യവുമായി തങ്ങളിലൊരാൾ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിയമസഭയുടെ പടവുകൾ കയറുന്നതിന്റെ അഭിമാന നിമിഷം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.